Hello, welcome back to Malayali Classroom. We will start arithmetic sequences in sums and terms section. 7th part we already portions we have video content doubts clear topic start sums and terms. Now, we will tricky methods. ആർക്ക് വേണമെങ്കിലും അതായത് ഇപ്പോൾ ഒരു ജനറൽ എക്സാമിന് പോകുന്ന മാത്സിന്റെ എക്സാമിന് പോകുന്ന ആൾക്കാർക്കായാലും അത് ഉപകാരപ്പെടുന്ന കുറച്ച് ട്രിക്കി മെത്തേഡ്സ് ആണ് ആക്ച്വലി സംസ് ആൻഡ് ടേംസ് എന്നുള്ള പോർഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് അതിലെ ട്രിക്കി മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിൽ ആദ്യം നോക്കുന്നത്. നമുക്കത് നോക്കാം. നമ്മളിവിടെ കുറച്ച് സം എഴുതാണ്. അതായത് ഒരു 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ സം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് 1 + 2 + 3 3 + 2 5 5 + 1 6 അല്ലേ. വേറൊരു 3 ടേംസും കൂടി നമുക്ക് എടുക്കാം. 5 + 6 + 7 = 5 + 6 11 11 + 7 18. ഇതെല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ മാത്തമാറ്റിക് അഡീഷൻ ആണ്. ഇനി ഇതിനെ ട്രിക്കി മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. ഓഡ് നമ്പേഴ്സ് മീൻസ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓഡ് ആണ്. അതായത് 1 2 3 3 നമ്പേഴ്സ് ഇതിലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 3 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അതിന്റെ സം കണ്ടുപിടിക്കാനായിട്ട്? മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ 2 ആണ് നമ്മുടെ മിഡിൽ ടേം. അതായത് ഓഡ് നമ്പേഴ്സുകളെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു മിഡിൽ ടേം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിന്റെ ഈ മിഡിൽ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 × 3 = 6. അതന്നെയല്ലേ നമ്മുടെ സം എന്ന് പറയുന്നത്. രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 6 ആണ് മിഡിൽ ടേം. 6 × 3 എത്രയാണ്? 18. 6 × 3 18. ഇത് 3 നമ്പേഴ്സിലുള്ളതിന്റെ കേസ്. ഇനി നമുക്ക് 5 നമ്പേഴ്സ് ഉള്ളതും കൂടി ചെക്ക് ചെയ്ത് നോക്കിയോ. 2 + 3 + 4 + 5 + 6. ഈ 5 നമ്പേഴ്സിന്റെ സം നമുക്ക് കണ്ടു നോക്കാം. 2 + 3 5 5 + 4 9 9 + 5 14 14 + 6 20. ഇവിടെ എത്രയാണ്? 5 നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിലെ മിഡിൽ ടേം ഏതായിരിക്കും? 4. 4 × നമ്പർ ഓഫ് ടേംസ് 5. 4 × 5 20. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സുകൾ. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സ് എന്താണ്? ഒരു സീക്വൻസിലാണ്. അതായത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 കോമൺ ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ആണ്. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇനി നമുക്ക് സീക്വൻസിന്റെ ഒരു പ്രത്യേകത അറിയാനായിട്ട് 2 കോമൺ ഡിഫറൻസ് വരുന്ന രീതിയിൽ വേറൊരു 5 നമ്പേഴ്സ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 + 3 + 5 + 7 + 9. ഇതെന്താണ്? 2 കോമൺ ഡിഫറൻസ് വരുന്ന നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അത് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിന്റെ മിഡിൽ ടേം 5 ആണ്. ഇതിന്റെ സം എത്രയായിരിക്കും? 3 + 1 4 4 + 5 9 9 + 9 18 18 + 7 25. നമ്മുടെ മിഡിൽ ടേം 5 നമ്പർ ഓഫ് ടേംസ് 5. അപ്പോൾ 5 × 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 25. എല്ലാവർക്കും ഈ ട്രിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സം കിട്ടാൻ അരിതമെറ്റിക് സീക്വൻസുകളോ അല്ലെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് വരുന്ന ഒരു സീക്വൻസിൽ നമുക്ക് ഇങ്ങനെ സം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മളിവിടെ ഓൾറെഡി കണ്ട കാര്യം എന്തായിരുന്നു? ഇഫ് നമ്പർ ഓഫ് ടേംസ് ഇസ് എ ഓഡ് നമ്പർ we get the sum by multiplying middle number with number of terms. ഇനി സെക്കൻഡ് ഒരു ട്രിക്കി മെത്തേഡ് ആണ്. if sum of positions of 2 pairs of terms are equal then the sum of the pairs of the terms are also equal. അതായത് ഈവൻ നമ്പേഴ്സുകളാണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്നുണ്ടെങ്കിൽ
two pairs of terms are equal, അതായത് പൊസിഷൻസ് ഓഫ് ദി ടു പെയർസ് ഓഫ് ടേംസ് ആർ ഈക്വൽ ആണെങ്കിൽ ആ പെയറുകളിൽ വരുന്ന ടേമുകളുടെ സമം ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 1 + 2 + 3 up to 6, അതായത് 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് അവിടെ 6 ആയിരിക്കും. ഇനി ഇതിന്റെ സം എത്രയാണ്? 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15 + 6 21. ഇവിടെ നമുക്ക് 21 എന്നുള്ളത് സം എഴുതി. ഇനി എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്കി മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇവയുടെ പൊസിഷനുകളുടെ സമ്മ് ഈക്വൽ ആണ്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് എടുക്കാം. ഫസ്റ്റ് ടേമിന്റെ പൊസിഷൻ നമ്പർ 1, ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ നമ്പർ 6. 6 + 1 = 7. ഇനി സെക്കൻഡ് ടേമിന്റെ പൊസിഷൻ നമ്പർ 2, ഫിഫ്ത്ത് ടേമിന്റെ 5ന്റെ പൊസിഷൻ നമ്പർ 5 = 7. തേർഡ് ടേമും ഫോർത്ത് ടേമിന്റെ പൊസിഷൻ നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യാം. 3 + 4 7. അപ്പൊ എന്തായി? ഈവൺ നമ്പേഴ്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഈവൺ നമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് ടേംസുകളുടെ 6 ആണ്. അപ്പൊ 6/2 3. അപ്പൊ 3 പെയേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. 3 പെയേഴ്സ് എങ്ങനെയുള്ളത് കിട്ടും? അവരുടെ പൊസിഷനുകളുടെ സമ്മ് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഈ പൊസിഷനുകളിൽ വരുന്ന നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആൻസറുകളും ഈക്വൽ തന്നെയായിരിക്കും, അതായത് 7 തന്നെയായിരിക്കും. വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ വേറൊരെണ്ണം കൂടി എഴുതാം. അതായത് 3 + 4 + 5 + 6 + 7 + 8 + 9. ഇവിടെ എത്ര ടേമായി? 2 4 8. അതായത് 2 4 6 ടേംസ് ആയി. അപ്പൊ ഇതില് 3 + 8 ആ നമ്പറുകളുടെ പൊസിഷനുകൾ നമുക്ക് ആദ്യം കൂട്ടാം. പൊസിഷനുകൾ എങ്ങനെയേ വരുള്ളൂ? സെയിം ഇതേ പാറ്റേണിൽ വരുള്ളൂ. ഫസ്റ്റ് പൊസിഷന്റെ നമ്പർ 1 + 6th പൊസിഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ നമ്പർ 6. അപ്പൊ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു. സെക്കൻഡ് പൊസിഷന്റെ 2ഉം പിന്നെ ഫിഫ്ത്ത് പൊസിഷന്റെ പൊസിഷൻ നമ്പർ 5ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ പൊസിഷനുകളുടെ സമ്മാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്പേഴ്സിന്റെ സമ്മ് നോക്കാം. 3 + 8 11, 4 + 7 11, 5 + 6 11. അതായത് ഈ പൊസിഷനുകളുടെ സമ്മ് ഈക്വൽ ആയിട്ടുള്ള പെയേഴ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പെയേഴ്സിലുള്ള നമ്പേഴ്സുകളുടെ സമ്മും എന്ത് തന്നെയായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ സം കാണുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടാം? 3 + 4 7, 7 + 5 12, 12 + 6 18, 18 + 7 25, 25 + 8 33. ഇനി നമ്മളിവിടെ പെയേഴ്സുകളുടെ സമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് പൊസിഷൻസിന്റെ സമ്മുകള് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ നമ്പേഴ്സിന്റെ സമ്മ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പെയറിന്റെ കൂടെ ഇവിടെ നമുക്കിവിടെ എത്ര പെയറുകൾ കിട്ടിയിട്ടുണ്ട്? 3 പെയേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു പെയറിന്റെ സമ്മിന് എത്ര പെയേഴ്സ് ഉണ്ട്? 3. അപ്പോ 11 × 3 ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? 33 കിട്ടും. അതായത് നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ എത്രയുണ്ട്? 6. അതിനെ നേരെ പകുതിയാക്കുക. അതിന്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 6/2 എന്ന് പറയുന്നത് 3 ആണ്. ആ 3നെ ഇവിടെ 3 കൊണ്ടും, അതായത് ഫസ്റ്റ് ടേം കൊണ്ടും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 3 + 8 11, 11നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 33. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ആ രണ്ടേ സമ്മാണ് ഇത് 11 എന്നുള്ളത്, ഇൻറ്റു ഇനി നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 6 ആയിരുന്നു. 6 / 2 ചെയ്താൽ എത്ര കിട്ടും? ഈ 3 കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ജനറൽ ഫോമിൽ നമുക്ക് ഈവൺ നമ്പേഴ്സിന്റെ സമ്മിനെ നമുക്ക് എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് ഈവൺ നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഡെഫിനിഷൻ യൂസ് ചെയ്യാം?
ഈ ഒരു ഡെഫിനേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്കി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിലും ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഈസി മെത്തേഡാണിത്. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് പൊസിഷൻസ് നമ്പർ ഓഫ് ടേംസും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സം ഓഫ് ദീസ് ടേംസ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പേജ് നമ്പർ 28 ഫസ്റ്റ് എക്സസൈസ് നമുക്ക് നോക്കാം. Write 3 arithmetic sequences with 30 as the sum of first 5 terms. ആദ്യത്തെ 5 ടേംസുകളുടെ സം 30 ആവുന്ന രീതിയിൽ 3 സീക്വൻസസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഏത് സീക്വൻസ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ടേം നമുക്ക് ഏതാണെന്ന് ഒന്നിൻ്റെ അറിയില്ല. അപ്പം നമുക്ക് എക്സ് എടുക്കാം. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് 3 സീക്വൻസസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതൊരു അരിത്തമെറ്റിക് സീക്വൻസും ആയിരിക്കുമല്ലോ. അപ്പോൾ 1 കോമൺ ഡിഫറൻസ് വരുന്ന രീതിയിൽ നമുക്ക് ആദ്യത്തെ സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേമുകളുടെ സം എന്തായിരിക്കണം, 30 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യത്തെ 5 ടേംസ് എഴുതണം. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4. എത്ര ടേംസ് ആയി? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. അപ്പോൾ നമ്മൾ 5 ടേംസിൻ്റെ സം നമുക്ക് എന്തായിരിക്കണം, 30. അപ്പോൾ ഇത് നമുക്ക് എക്സുകളൊക്കെ ഒരുമിച്ച് എഴുതാം. 1 2 3 4 5 5 എക്സ് ഉണ്ട്. അപ്പോൾ 5x പ്ലസ് 1 പ്ലസ് 2 3 3 പ്ലസ് 3 6 6 പ്ലസ് 4 10. 5x plus 10 equal to 30. ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. 5x equal to 30 minus 10. x equal to 30 minus 10 equal to 20. 20 divided by 5 equal to 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സീക്വൻസ് എന്തായിരിക്കും, 4 എന്തായിരിക്കും ഇവിടുത്തെ സീക്വൻസ്. സ്റ്റാർട്ടിങ് വിത്ത് 4 4 plus 1 5 6 7 8. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ 5 ടേംസ് വരെ ഈ സീക്വൻസിൽ. ഈ ആദ്യത്തെ 5 ടേംസുകളുടെ സീക്വൻസ്, ഈ സീക്വൻസ് കറക്റ്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്താൽ മതി, 5 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × 5 30. നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യത്തേതിൽ നമ്മൾ കോമൺ ഡിഫറൻസ് 1 വരുന്ന രീതിയിൽ എടുത്തു. സെക്കൻഡ് സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ്, അതായത് നമ്മുടെ ഒരു ടേം എന്ന് പറയുന്നത് എക്സ്, ഫസ്റ്റ് ടേം എക്സ്, സെക്കൻഡ് ടേം എക്സ് പ്ലസ് 2 ആണ് കോമൺ ഡിഫറൻസ്. then അടുത്തത് വരുമ്പോൾ എക്സ് പ്ലസ് 4 തേർഡ് ടേം, ഫോർത്ത് ടേം എക്സ് പ്ലസ് 6, ഫിഫ്ത്ത് ടേം എക്സ് പ്ലസ് 8. ഇതിൻ്റെ സം എന്താണ്, 30. നമുക്ക് 3 അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എക്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 1 2 3 4 5. 5x plus 2 plus 4 6 6 plus 6 12 12 plus 8 20 equal to 30. 5x equal to 30 minus 20 equal to 10. x equal to 10 divided by 5 equal to 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 2 നേടി. അപ്പോൾ നമ്മുടെ ഈ സീക്വൻസ് എങ്ങനെയാണ്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 കോമൺ ഡിഫറൻസ് വരുന്ന ഒരു സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, 2 2 plus 2 4 4 plus 2 6 6 plus 2 8 8 plus 2 10. ഇവിടെയും എന്താണ്, മിഡിൽ ടേം 6 ആണ്, 5 നമ്പേഴ്സ് ആണുള്ളത്. 6 × 5 30. ഇനി നമുക്ക് തേർഡ് സീക്വൻസ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആദ്യത്തേതിന് 1 ആയിരുന്നു കോമൺ ഡിഫറൻസ്, പിന്നത്തേന് 2 ആയി. ഇനി ഇതിന് നമുക്ക് 3 കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്ത് സീക്വൻസുകൾ ആഡ് ചെയ്ത് നോക്കാം, നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഫസ്റ്റ് ടേം എക്സ് തന്നെ എടുക്കും. എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 9. എത്ര ടേമായി, 1 2 3 4. എക്സ് പ്ലസ് 12 equal to
30. അപ്പോൾ ഇവിടെ 5x plus 3 plus 6 9, 9 plus 9 18, 18 plus 12 എത്ര വരും 30 equal to 30. 5x equal to 30 minus 30 0. x equal to 0. ഇവിടെ എന്താണ് ഈ സീക്വൻസ് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയായിരിക്കും വരുന്നത് 0 0 plus 3 3 3 plus 3 6 6 plus 3 9 9 plus 3 12. നമുക്ക് 5 ടേംസ് കിട്ടി. ഇവിടെ മിഡിൽ ടേം 6 ആണ്. 6 into 5 13 എന്ന് വരും. ഈ സീക്വൻസ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ 3 സീക്വൻസുകൾ വരുന്നത്. ആദ്യത്തേത് നമ്മൾ 1 കോമൺ ഡിഫറൻസ്, രണ്ടാമത്തേലാണെങ്കിൽ 2 കോമൺ ഡിഫറൻസ് ആയിട്ട് അസ്യൂം ചെയ്തു. മൂന്നാമത്തേലാണെങ്കിൽ 3 കോമൺ ഡിഫറൻസ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് 3 സീക്വൻസ് കിട്ടും. പേജ് നമ്പർ 28 സെക്കൻഡ് എക്സസൈസ് നമുക്ക് നോക്കാം. The first term of an arithmetic sequence is 1 and the sum of first 4 terms is 100. Find the first 4 terms. അതായത് ആദ്യത്തെ ടേം 1 ആണ്, ആദ്യത്തെ 4 ടേമുകളുടെ സമ്മ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിലെ ഫസ്റ്റ് 4 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ആദ്യത്തെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്തായിട്ട് എടുക്കാം, നമുക്ക് 1 പ്ലസ് ഡി ആയിട്ട് എടുക്കാം. ഡി ആസ് എ കോമൺ ഡിഫറൻസ്. ഡി എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ 1 പ്ലസ് ഡി. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് 2d. തേർഡ് ടേം 1 പ്ലസ് 2d. ഫോർത്ത് ടേം 1 പ്ലസ് 3d. ഇതിന്റെ സമ്മ് എത്രയാണ് വരുന്നത് 100 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതില് 1 പ്ലസ് 1 2 plus 1 3 plus 1 4 4 plus d plus 2d 3d plus 3d 6d equal to 100. അങ്ങനെയാണെങ്കിൽ 6d എന്ന് പറയുന്നത് 100 minus 4 equal to 96. d equal to 96 divided by 6. ഇത്രയായിരിക്കും 1 6. d equal to 30 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. പൊതു വ്യത്യാസം എത്രയാണെന്ന് കിട്ടി 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആദ്യത്തെ 4 ടേമുകൾ കണ്ടുപിടിക്കുക? സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 പ്ലസ് 16 17. ഇവിടെ 1 പ്ലസ് 2d ആണ്. അതായത് 16 into 2 32 plus 1 33. 16 into 3 48 plus 1 49. ഇതായിരിക്കും നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് 4 ടേംസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 28 തേർഡ് എക്സസൈസ് നോക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് the sum of the 2 terms on the 2 ends and the sum of 2 terms in the middle are the same. നമുക്ക് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്കി മെത്തേഡ്സിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു സീക്വൻസിൻ്റെ ആദ്യത്തെ 4 ടേംസ് എഴുതാം. x പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d. ഇതാണ് നമ്മുടെ ആദ്യത്തെ 4 ടേംസ് എന്ന് പറയുന്നത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ബോത്ത് എൻഡിലുള്ള ടേമുകളുടെ സമ്മും മിഡിലുള്ള 2 ടേമുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ് കാണാം. എക്സ് പ്ലസ് 3d ഈക്വൽ ടു 2x പ്ലസ് 3d. ഇനി ഈ മിഡിൽ ടേമിൻ്റെ സമ്മ് കാണാം. എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d ഈക്വൽ ടു എന്താണ് 2x പ്ലസ് 3d. എന്താണ് രണ്ടും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3d ഈക്വൽ ടു എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 28 ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 4 arithmetic sequences with 100 as the sum of the first 4 terms. ആദ്യത്തെ 4 ടേമുകൾ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക
100 ആകുന്ന രീതിയിൽ ഉള്ള 4 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് അതിന്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് x എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. x സീക്വൻസുകളുടെ ടേമുകൾ വരുന്നത് x പ്ലസ് d, സെക്കൻഡ് ടേം x പ്ലസ് 2d പ്ലസ് x പ്ലസ് 3d. ഇപ്പം നമുക്ക് 4 ടേമുകളായി. ഇവയുടെ സം എന്ത് വരണം? 100 വരണം. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്യാം. 4x പ്ലസ് 3d പ്ലസ് 3d 6d ഈക്വൽ ടു 100. ഇങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2 എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 2x പ്ലസ് 3d ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് 2x പ്ലസ് 3d ഈക്വൽ ടു 50 എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ വാല്യൂ ഇട്ട് കൊടുത്താലാണ് നമുക്ക് 100 കിട്ടാന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് d ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം. കാരണം എക്സും ഡിയും വേരിയബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ d എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്ത് ഇമാജിനേഷനിൽ നമുക്ക് 1 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് നോക്കാം. അപ്പോൾ 2x പ്ലസ് 3 ഈക്വൽ ടു 50. 2x ഈക്വൽ ടു 50 മൈനസ് 3 ഈക്വൽ ടു 47. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സിന് x ഈക്വൽ ടു 47 ഡിവൈഡഡ് ബൈ 2. ഇത് എത്രയായിരിക്കും? ഇതൊരു ഫ്രാക്ഷൻ നമ്പർ ആണ് അല്ലേ? അപ്പോൾ 23.5 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 23.5 പ്ലസ് 1 ചെയ്യുമ്പോൾ 24.5, 25.5, 26.5. ഇനി നമുക്ക് ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്ക് ഈവൺ നമ്പേഴ്സ് കൊടുത്താൽ മതി. കാരണം ഇവിടെ ഫ്രാക്ഷന് ഡിക്ക് ഓഡ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3നെ ഓഡ് നമ്പേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറും എന്തിനായിരിക്കും? ഓഡ് ആയിരിക്കും. ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രാക്ഷനുള്ള നമ്പേഴ്സ് ആണ് കിട്ടുക. അത് കിട്ടി അതിൽ നിന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ കൊടുത്തത് d ഈക്വൽ ടു 1 ആണ്. ഇനി d ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 2x പ്ലസ് 3 ഇൻറ്റു 6 ഈക്വൽ ടു 50. അങ്ങനെയാണെങ്കിൽ 2x ഈക്വൽ ടു 50 മൈനസ് 6 ഈക്വൽ ടു 44. x ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 22. ഇവിടെ നമുക്ക് എന്താണ്? ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യാം. ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും മാത്സിൽ എപ്പോഴും നമ്മൾ പ്രോബ്ലമാറ്റിക്. എക്സാമിനൊക്കെ വരുമ്പോൾ കൂടുതലും ഫ്രാക്ഷൻസ് വരുമ്പോൾ ആ നേരത്ത് ടെൻഷനൊക്കെ കാരണം അത് മിക്കവാറും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ എഴുതാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഡിക്ക് 2 എന്നുള്ള രീതിയിൽ, അതായത് ഈവൻ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് നമ്മൾ ഡി ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഫസ്റ്റ് ടേം എന്നുള്ളത് 22, 22 പ്ലസ് 1, 22 പ്ലസ് 2, 24, 26, 28. ഇനിയാണ് ആദ്യത്തെ സീക്വൻസ് വരിക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് 100 as the sum of first 4 terms. ഇതിന്റെ സം 100 ആണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എത്രയായിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 50 അല്ലേ? 50 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 കൊണ്ട്, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 22 പ്ലസ് 28 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 100. നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ സീക്വൻസ് കിട്ടിയിട്ട് നമുക്കത് കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് d ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. d ഈക്വൽ ടു 4 ഈക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു 4 ഈക്വൽ ടു 50. 2x ഈക്വൽ ടു 50 മൈനസ് 12 ഈക്വൽ ടു 38. x ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 19 എന്ന് കിട്ടും.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. 19 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സീക്വൻസ് എഴുതേണ്ടത്? 19 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. 19 + 4 23 + 4 27 + 4 31. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് അങ്ങനെ തന്നെയാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം ഈ മെത്തേഡ് ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു 4/2 ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാം. d = 6 ഇടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2x + 3 × 6 = 50. 2x = 50 - 18 = 32. x = 32 / 2 60. ഇവിടുന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടേം എത്രയാണ്? 16 ആണ് വരുന്നത്. അപ്പോൾ 16 സ്റ്റാർട്ടിംഗ് ടേം വരുന്ന സീക്വൻസ് 16 + 6 22 + 6 28 + 6 34. ഇതായിരിക്കും നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് സീക്വൻസ് കണ്ടുപിടിക്കാം. ഫോർത്ത് സീക്വൻസിൽ നമ്മൾ d = 8 കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2x + 3 × 8 = 50. 2x = 50 - 24. 8 × 3 24 = 50 - 20 30 - 26. x = 26 / 2 = 30. ഇവിടുത്തെ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്താണ്? 13. 13ന്റെ കൂടെ 8 ആയിരിക്കും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? 13. സീക്വൻസ് വരും 13 + 8 21. 21 + 8 29. 29 + 8 37. ഇങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസസുകൾ 4 ഫോം ചെയ്യുന്നത്. വിത്ത് സം ഫസ്റ്റ് 4 ടേംസിന്റെ സം എത്രയായിരിക്കും? 100 ആയിരിക്കും.